മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വാതിയോടാണെങ്കിൽ മേഘനാഥനായിട്ട് പറയുന്നുണ്ട്, നീ കണ്ണൻ്റെ ജീവിതത്തിലോട്ട് ചെല്ലണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ നടക്കുകയുള്ളൂ എന്നെല്ലാം പറയുമ്പോഴേക്കും സ്വാതി പറയുന്നുണ്ട്, എനിക്കതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ, നീ അങ്ങനെയൊന്നും പറയരുത്, നീ അച്ഛനെ ഓർത്തെങ്കിലും ആ കാര്യത്തിൽ നീ സമ്മതം മൂളണമെന്നെല്ലാം മേഘനാഥനാണെങ്കിൽ പറയുന്നുണ്ട് സ്വാതിയോട്. ആ മഹാലക്ഷ്മി കാരണമാണ് ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ മുറപ്പെണ്ണായിട്ടുള്ള മഞ്ജു തന്നെ ഇട്ടിട്ട് പോയതെന്നെല്ലാം പറയുമ്പോഴേക്കും മേഘനാഥൻ പറയുന്നുണ്ട്, അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം അച്ഛാ, അതിനെല്ലാം കൂടിയാണ് ഇവളോട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുന്നതെന്ന് പറയുമ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, കണ്ണൻ്റെ അളവില്ലാത്ത സ്വത്തിന് നിനക്കും ഒരു കണ്ണുണ്ടായിരുന്നതല്ലേ, അതെല്ലാം നിനക്ക് കിട്ടണമെങ്കിൽ ഇനി മഹാലക്ഷ്മിയുടെ സ്ഥാനത്ത് നീ തന്നെ എത്തണം മോളെ, എന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ മനസ്സോടുകൂടി തന്നെ സ്വാതിയാണെങ്കിൽ ആ വിവാഹത്തിന് സമ്മതിക്കുകയാണ്. വിവാഹത്തിന് സമ്മതമാണെന്ന സ്വാതിയുടെ തീരുമാനം കേട്ടുകൊണ്ട് വളരെയേറെ സന്തോഷിക്കുകയാണ് വാമദേവനും സീമന്തിനിയും മേഘനാഥനുമെല്ലാം. പിന്നീട് കണ്ണനാണെങ്കിൽ നമ്മുടെ മഹിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മഹിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നു. എന്നിട്ട് മഹിയോടായിട്ട് പറയുന്നുണ്ട്, ഇവിടെ കരുണ വന്നിട്ടുണ്ടെന്നും കരുണ വന്ന കാര്യം ഞാൻ അറിഞ്ഞു കണ്ണേട്ടാ എന്നെല്ലാം മഹി പറയുന്നുണ്ട്. എല്ലാം അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു എന്നും പറയുന്നു. ഇനി എല്ലാ കാര്യത്തിനും തനിക്കൊരു ശ്രദ്ധയുണ്ടാവണമെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. കൺസ്ട്രക്ഷൻ കമ്പനിയിലും ഫിനാൻസേഴ്സിലും തനിക്ക് എല്ലാ കാര്യത്തിലും നിയന്ത്രണം ഉണ്ടാകണമെന്നും തന്നെ ആര് നിയന്ത്രിക്കാൻ വന്നാലും അവരുടെ നേരെ ചുട്ട മറുപടി കൊടുക്കണമെന്നെല്ലാം കണ്ണൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മഹിയെ. അതൊക്കെ ഞാൻ നല്ലപോലെ തന്നെ ചെയ്തോളാം കണ്ണേട്ടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് സാഗറാണെങ്കിൽ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, തൻ്റെ ഏട്ടൻ ഈ നാടകം കളിക്കുന്നത് ശരിയാണെങ്കിലും പക്ഷേ തൻ്റെ ഏട്ടൻ്റെ ജീവിതം അപകടത്തിലാണെന്നും തൻ്റെ ഏട്ടൻ്റെ ശത്രുക്കളെല്ലാം വളരെ സ്ട്രോങ് ആണെന്നുമെല്ലാം പറയുന്നത് കേട്ട് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിലെ ഒരു നല്ല തീരുമാനമാണ് ഏട്ടനും ഏടത്തിയും എടുത്തിരിക്കുന്നതെന്നെല്ലാം മഞ്ജു ആണെങ്കിൽ സാഗറിനോടായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് സാഗരേട്ടൻ സമാധാനമായിട്ടിരിക്കുന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു ഓഫീസിലോട്ട് പോകുന്നു. പിന്നീട് ഓഫീസിലോട്ട് എത്തുന്ന മഞ്ജുവിൻ്റെ അടുത്ത് ഉണ്ണി എത്തുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയാണെങ്കിൽ മഞ്ജുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ നിന്നാൽ നിനക്കും ഒരു ലാഭം ഉണ്ടാക്കാമെന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സ്വത്തുക്കളും നമുക്ക് തിരിച്ചു പിടിക്കണം. കരുണയാണെങ്കിൽ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ജീവിതത്തിൽ നല്ല നാളുകളെല്ലാം വരാൻ പോകുന്നതെന്നെല്ലാം ഉണ്ണിയാണെങ്കിൽ മഞ്ജുവിനോടായിട്ട് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഭംഗിയായിട്ട് തന്നെയാണ് നടക്കുന്നത്, എനിക്ക് ഈ ജീവിതത്തിൽ വളരെയേറെ തൃപ്തികരമാണ്, അതുകൊണ്ട് ഒരിക്കലും ഞാൻ നിങ്ങളുടെ കൂടെ തിരിച്ചു വരുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എന്നെല്ലാം മഞ്ജു ആണിൽ തുറന്നടിച്ച് തന്നെ ഉണ്ണിയോട് പറയുന്നു. മഞ്ജുവിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പറയുന്നുണ്ട്, നീ ഒരിക്കലും നന്നാവില്ല, നിനക്കൊരിക്കലും ഞങ്ങളുടെ കൂടെ കൂടാത്തിടത്തോളം കാലം നിൻ്റെ ജീവിതം ഒരിക്കലും ഉയർച്ചയിലോട്ട് എത്തില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ഉണ്ണി അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പോകുന്നു. പിന്നീട് കണ്ണനാണെങ്കിൽ അവരുടെ വിവാഹം ആൽബമെല്ലാം എടുത്ത് നോക്കുകയാണ്. മഹി ഇല്ലാത്തത് കൊണ്ട് കണ്ണനാണെങ്കിൽ ആകെ ഒരു വല്ലാത്തൊരു വിമിഷ്ടം തന്നെയാണ്. അങ്ങനെ മഹിയെ കാണാൻ വേണ്ടി തന്നെയാണ് കണ്ണൻ ആ ആൽബം എല്ലാം എടുത്ത് നോക്കുന്നത്. അങ്ങനെ ആൽബം എടുത്ത് നോക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആരോ ഡോറിൽ മുട്ടുന്നുണ്ട്. അങ്ങനെ കതക് തുറന്ന് നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ മേഘനാഥനാണ് വരുന്നത്. മേഘനാഥനെ കാണുന്നതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിന്നോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, നിന്നോട് ഇങ്ങോട്ട് വരരുതെന്നല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് എന്നെല്ലാം മേഘനാഥനോടായിട്ട് കണ്ണൻ പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, നിനക്കൊരാപത്ത് വരുമ്പോൾ അത് കേട്ടുകൊണ്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നെല്ലാം പറയുമ്പോൾ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ആ മഹാലക്ഷ്മി മാറ്റി നിർത്തിയതുപോലെ തന്നെ നീ രണ്ടുപേരെ കൂടെ മാറ്റി നിർത്തണമെന്നെല്ലാം കണ്ണനോടായിട്ട് പറയുകയാണ്. ആ മാർക്കോനെയും അനന്തുവിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അവരിൽ ആരെങ്കിലും ആയിരിക്കും നിൻ്റെ മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ തന്ത എന്നെല്ലാം പറയുമ്പോഴേക്കും കണ്ണനാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെയേറെ ദേഷ്യം വരുന്നുണ്ട്. കാരണം അവൻ്റെ മുഖം അടിച്ചൊന്നും കൊടുക്കാനെല്ലാം കണ്ണന് തോന്നുന്നുണ്ടെങ്കിലും കണ്ണൻ്റെ നിയന്ത്രണം വിട്ട് തന്നെ കണ്ണൻ നിൽക്കുകയാണ്. നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളല്ലേ അവളൊരു പിഴയാണെന്ന്, ഇപ്പോൾ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ, നമുക്കൊരു പണി ചെയ്യാമടാ, അവളെ അങ്ങോട്ട് ചുട്ട് കളയാമെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ദേഷ്യം കൊണ്ട് തന്നെ വിറയ്ക്കുകയാണ്. ഇതെല്ലാം മനഃപൂർവ്വം തന്നെയാണ് മേഘനാഥൻ കണ്ണൻ്റെ മുന്നിൽ പറയുന്നത്. കാരണം അവൻ്റെ മനസ്സറിയാവുന്നത് കൊണ്ട് അവൻ നന്നായിട്ട് തന്നെ വേദനിക്കണമെന്നുള്ള മനസ്ഥിതി ഓർത്ത് തന്നെയാണ് മേഘനാഥൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പിന്നീട് സ്വാതിയാണെങ്കിൽ കമലേശ്വരത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ സ്വാതിയെ കാണുന്നതും നമ്മുടെ ദുർഗയാണെങ്കിൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗയാണെങ്കിൽ സ്വാതിയോടായിട്ട് പറയുന്നുണ്ട്, നീ വേണം ഇനി കണ്ണൻ്റെ കാര്യത്തിലെല്ലാം ശ്രദ്ധിക്കാൻ, നിൻ്റെ മുറച്ചെറുക്കനാണ് കണ്ണൻ,
അതുകൊണ്ട് ആ ഓർമ്മ എപ്പോഴും നിനക്ക് വേണം. അവൻ്റെ കാര്യം നന്നായിട്ട് തന്നെ നോക്കണം. ഇനി അവൻ്റെ ജീവിതത്തിൽ നീ തന്നെ വേണം അങ്ങോട്ടുണ്ടാകാനെന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് സ്വാതിയാണെങ്കിൽ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ സ്വാതിയെ കാണുന്നതും നമ്മുടെ കരുണയ്ക്കാണെങ്കിൽ വളരെയേറെ സന്തോഷമാകുന്നുണ്ട്. കാരണം മഹാലക്ഷ്മി എന്ന തൻ്റെ ശത്രുവാണെങ്കിൽ ഇനി ഒരിക്കലും കണ്ണേറ്റൻ്റെ ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ലല്ലോ എന്നോർത്ത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് നമ്മുടെ കരുണ. പിന്നീട് സ്വാതിയാണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസുമായിട്ട് തന്നെ കണ്ണൻ്റെ റൂമിലോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ സ്വാതിയെ കാണുന്നതും കണ്ണനാണെങ്കിൽ ആകെ വല്ലാതെയാകുന്നുണ്ട്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇനി കണ്ണേട്ടൻ്റെ കാര്യമെല്ലാം നോക്കേണ്ടത് ഞാനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതിയാണെങ്കിൽ ജ്യൂസുമായിട്ട് കണ്ണൻ്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് കണ്ണനോടായിട്ട് ജ്യൂസ് കുടിക്കുക കണ്ണേട്ട എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എനിക്കിപ്പോൾ ജ്യൂസൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചിട്ട് പോകാൻ പറയുന്നുണ്ട്. സ്വാതി പറയുന്നുണ്ട് കണ്ണേട്ടൻ ഇനി എനിക്ക് എപ്പോഴും ഞാനുണ്ടായിരിക്കും കൂടെ. കണ്ണേട്ടൻ്റെ ജീവിതത്തിലോട്ട് വരാൻ എനിക്കൊരു അവസരം കിട്ടിയതാണ് കണ്ണേട്ട, അത് ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതിയാണെങ്കിൽ കണ്ണൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കേൾക്കുന്ന കണ്ണനാണെങ്കിൽ വളരെയേറെ ദേഷ്യം വരുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട് ആരുടെ സഹായം എനിക്ക് ആവശ്യമില്ല, എനിക്ക് തന്നെ ജീവിക്കാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതി അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.